എല്ലാവർക്കും നമസ്കാരം. പച്ചവെളിച്ചം ഒരു വീഡിയോയിലേക്ക് പോവുകയാണ്. ഇന്നലെ വായനാ ദിനം നമ്മൾ വായനാ വാരമായിട്ട് ആഘോഷിക്കുന്നു. പുസ്തകങ്ങളും ഗ്രന്ഥശാലകളും വായനകളും പരുവപ്പെടുത്തിയ ഒരു മണ്ണാണ് നമ്മുടെ കേരളം. ആ അർത്ഥത്തിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നേറെ വ്യത്യസ്തമായി പല തലത്തിലും മുന്നേറാൻ കേരളത്തിന് സാധിച്ചിട്ടുണ്ട്. ഈ നമ്മുടെ നാട്ടിലെ അധ്യാപകൻ എന്ന രീതിയിൽ, വായനക്കാരൻ എന്ന രീതിയിൽ, ഗ്രന്ഥകാരൻ എന്ന രീതിയിൽ, പ്രഭാഷകൻ എന്ന രീതിയിൽ നമുക്കൊക്കെ ഏറെ സുപരിചിതനായിട്ടുള്ള കണ്ടങ്ങാളിയിലെ ഉണ്ണികൃഷ്ണൻ അടിയോടി മാഷുമായിട്ട് അദ്ദേഹത്തിന്റെ വായന അനുഭവങ്ങൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഈ മേഖലയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, ജീവിത അനുഭവങ്ങൾ ഒക്കെ പങ്കുവെക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പച്ചവെളിച്ചം ഇവിടെ എത്തിയിട്ടുള്ളത്. മാഷക്ക് എന്താണ് പറയാനുള്ളതെന്ന് തേടുകയാണ്. മാഷെ, പച്ചവെളിച്ചത്തിന്റെ ഒരു പ്രേക്ഷകൻ കൂടെയാണ്. മാഷയുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ ചില സമയത്തൊക്കെ കമന്റൊക്കെ ഇടുക, അത് വലിയ വാല്യുബിൾ ആയിട്ട് കാണുന്ന ഒരാളാണ്. സാറിന്റെ വായന അനുഭവം, അതുപോലെ തന്നെ ജീവിത അനുഭവങ്ങൾ എന്താണ്, അതൊന്ന് പറയാൻ വേണ്ടിയിട്ട്. ആദ്യമായി പച്ചവെളിച്ചം പയ്യന്നൂരിന്റെ പുരോഗതി ലക്ഷ്യമാക്കിക്കൊണ്ട് വളരെ വിമർശനാത്മകമായ രീതിയിൽ ഇടപെടുന്നു എന്നതിൽ അതിൻ്റെ പ്രവർത്തകരോട്, പ്രത്യേകിച്ചും രാജ്യങ്ങളോട് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ഇപ്പോൾ വായനാനുഭവം എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ചെറിയ പ്രായത്തിൽ വായന തുടങ്ങിയ ആളുകളാണ്. പക്ഷെ അന്ന് ഇന്നത്തെ പോലെ അത്രയധികം ലൈബ്രറികളൊന്നും ഇല്ലാത്ത ഒരു കാലത്ത് പയ്യന്നൂരുണ്ടായിരുന്ന ഏക വായനശാല LLA, നഗരത്തിലുള്ള LLA ആയിരുന്നു. ഇപ്പോൾ അത് താലൂക്ക് ലൈബ്രറി ഓഫീസാണ്. അപ്പോൾ അവിടെ മെമ്പർഷിപ്പ് എടുക്കുകയും അവിടെ വെച്ച് വായന തുടങ്ങുകയും ചെയ്യുന്നത് 1958 മുതൽ അവിടെ മെമ്പറായിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. അന്ന് കുട്ടികൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കുകയില്ല. എൻ്റെ പിതാവിൻ്റെ പേരിൽ മെമ്പർഷിപ്പ് എടുക്കുകയും ആ മെമ്പർഷിപ്പിൻ്റെ അടിസ്ഥാനമാക്കി ഞാൻ പുസ്തകം വായിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്ന് ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ളത് ടാൻസൺ ഓഫ് ദ ഈറ്റ്സ്, അതുപോലെ തന്നെ തച്ചോടിയോധനെ കുറിച്ച്, അത് കുറേ ഡിറ്റക്റ്റീവ് നോവല്, ഇതൊക്കെ ആയിരുന്നു അന്ന് വളരെയേറെ താല്പര്യത്തോടു കൂടിയിട്ട് വായിച്ചിട്ടുള്ള പുസ്തകങ്ങൾ. അപ്പോൾ അങ്ങനെ എത്ര പുസ്തകം വായിച്ചു എന്നുള്ളത് ഇപ്പോൾ കൃത്യമായിട്ട് പറയാൻ കഴിയില്ലെങ്കിലും നിരന്തരമായ വായനയ്ക്ക് പ്രചോദനം നൽകിയത് എൻ്റെ പിതാവ് തന്നെയാണ്, അത് യാതൊരു സംശയമില്ല. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ വായനയിൽ ഞാൻ ഇപ്പോൾ വായിക്കുന്നത് രണ്ട് പ്രധാന പുസ്തകങ്ങളാണ് ഇപ്പോൾ വായിക്കുന്നത്. ഒന്ന് സൈക്യാട്രിയെ കുറിച്ചുള്ള ബുക്കാണ്. കാരണം അധികം ആളുകൾ വായിക്കാത്ത പുസ്തകങ്ങൾ തേടിപ്പോവുക എന്നുള്ളതൊരു ഇപ്പോൾ തൽക്കാലം ഒരു തോന്നലുള്ളതുകൊണ്ട് സൈക്യാട്രി, ടെക്സ്റ്റ് ബുക്ക് ഓൺ സൈക്യാട്രി, അതാണ് ഒരു പുസ്തകം. രണ്ടാമത്തെ പുസ്തകം ഈഗിൾ മാൻ എഴുതിയിട്ടുള്ള ദ ബ്രെയിൻ എന്ന പുസ്തകം. അപ്പോൾ ഈ ബ്രെയിൻ എന്ന പുസ്തകം മനുഷ്യ മനസ്സിൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോണുകളും അതുമാതിരിയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മുടെ നാഡീവ്യൂഹത്തിലുണ്ടാകുന്ന പ്രതിപ്രവർത്തനങ്ങളും പിന്നെ നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകമാണ് ദ ബ്രെയിൻ. മറ്റേതാണെങ്കിൽ വൈദ്യശാസ്ത്രപരമായിട്ട് മനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ സൂക്ഷ്മമായി സ്കിസോഫ്രീനിയ, ന്യൂറോപ്പതി, ന്യൂറോ സംബന്ധമായത് അടക്കമുള്ള രോഗങ്ങളെക്കുറിച്ചും ഡിപ്രഷനെക്കുറിച്ചും ഒക്കെയുള്ള പഠനത്തിൻ്റെ പുസ്തകമാണ്. തൽക്കാലം അത് ഇപ്പോഴത്തെ കാര്യമാണ്. എനിക്ക് ഏറ്റവും താല്പര്യമുള്ളത് ഇംഗ്ലീഷ് സാഹിത്യമാണ്. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ആണ് എൻ്റെ ബിരുദാന്തര ബിരുദമുള്ളത്. അപ്പോൾ അത് എൻ്റെ മനസ്സിനെ വളരെയേറെ ഉത്തേജിപ്പിക്കുന്ന കാര്യമാണ്. പിന്നെ രാജീവൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഇപ്പോഴുള്ള പ്രായമായ ആളുകൾ ഈ വിഷാദത്തിലും അതുപോലെ തന്നെ ഏകാന്തതയിലും ഒക്കെ ജീവിക്കുന്ന ഒരു കാലമാണ് ഇത്. അവർ വളരെയേറെ അവഗണന അനുഭവിക്കുന്നവരാണ് എന്നൊക്കെയാണ്. അപ്പോൾ ഇതിന് പരിഹാരമായിട്ട് വായന സഹായിക്കുമോ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാൻ സാധിക്കും. പക്ഷേ അതിൽ പല പ്രശ്നങ്ങളുമുണ്ട്. പ്രായമായ ആളുകളുടെ വായന അവരുടെ കണ്ണിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് എളുപ്പത്തിൽ വായിക്കാൻ വേണ്ടിയിട്ട് പ്രയാസം ഉണ്ടെന്നുള്ളത് ഒരു സ്വാഭാവികമായ കാര്യമാണ്. എങ്കിലും കഴിയുന്നിടത്തോളം വായനയിൽ ആമൂലരായാൽ അവരുടെ മാനസികാരോഗ്യം വളരും എന്ന കാര്യത്തിന് സംശയമില്ല. അതുപോലെ തന്നെ അവർക്കുള്ള മറ്റൊരു പ്രശ്നം, എപ്പോഴും വേറെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് മറ്റു ആളുകളെ നിരന്തരമായി വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം, ഏതിനെയും വിമർശിക്കുന്ന ഒരു സ്വഭാവം പ്രായമായവരുടെ കണ്ടുവരുന്നുണ്ട്. അതിന് കാരണം അവർക്ക് മറ്റു ജോലിയൊന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും നിരന്തരമായ ഏതെങ്കിലും കർമ്മത്തിൽ വ്യാപരിക്കുക, കഴിയുമെങ്കിൽ വായനയിൽ വ്യാപരിക്കുക.
വായന എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ മാൻ, ഇറ്റ് ക്രിയേറ്റ്സ് എ ഫുൾ മാൻ എന്നുള്ളതാണ്. ഒരു പൂർണ്ണ മനുഷ്യനെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് വായനക്ക് സാധിക്കും. ഇപ്പോൾ വായനയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യം, ഇപ്പോൾ മുമ്പ് കാലത്ത് പുസ്തകങ്ങൾ അച്ചടിയില്ലാത്ത കാലത്ത് പകർപ്പെടുത്തിട്ട് വായിക്കുന്ന അപൂർവം ചില ഫ്യൂഡൽ കുടുംബങ്ങളെ പറ്റി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണെങ്കിൽ അനുദിനം ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു വരുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പുസ്തകങ്ങൾ വായിച്ച് മുമ്പ് ഒരു ഘട്ടത്തിൽ കുറച്ച് പുസ്തകങ്ങൾ മാത്രം ഉള്ളതുകൊണ്ട് മിക്ക പുസ്തകങ്ങളും വായിച്ച് തീർക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ അത് സാധിക്കില്ല. അപ്പോൾ ഇതിലൊരു വിവേചനം, ഒരു വകതിരിവ് പുസ്തക വായനയിൽ ആവശ്യമാണ്. അപ്പോൾ അത് സെലക്റ്റീവായിട്ടുള്ള വായന, നമുക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വായന, അതിപ്പോൾ കഥയായാലും നോവലായാലും അതാണ് പൊതുവെ സമയം ചെലവാക്കാനായിട്ട് ആളുകൾ ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ വിജ്ഞാനപ്രദമായിട്ടുള്ള പുസ്തകങ്ങളും വായിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ മാനസിക ആരോഗ്യത്തിന് വിഷാദരോഗം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആളുകളുമായിട്ട് സന്തോഷത്തോടുകൂടി ഇടപെടാനും പെട്ടെന്ന് നിരാശയില്ലാതിരിക്കാനുമായി ഒക്കെ ഈവൻ ആത്മഹത്യ പോലും തടയാൻ വേണ്ടിയിട്ട് നല്ല വായന കൊണ്ട് സാധിക്കും. അതുപോലെ ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നതിനുള്ള വൈമുഖ്യവും ഒക്കെ നല്ല പുസ്തകങ്ങൾ, ഗുഡ് ബുക്സ് ആർ ദ കീ ടു നോളജ് ആൻഡ് നോളജ് ഈസ് പവർ. നല്ല പുസ്തകമാണ് അറിവിൻ്റെ താക്കോലായിട്ട് പ്രവർത്തിക്കുക. നല്ല പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ അതിലൊരു വിവേചന സ്വഭാവമുണ്ട്. തിരഞ്ഞെടുക്കുന്ന പുസ്തകങ്ങൾ അതിൻ്റെ തീം എന്താണ് എന്നത് മനസ്സിലാക്കിയിട്ട്, കാരണം ചീത്ത പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സും ആ രീതിയിലേക്ക് മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ക്രൈമിനെ കുറിച്ച് ധാരാളം വായിക്കുമ്പോൾ പല കുറ്റവാളികളും ആ രീതിയിലുള്ള കുറ്റകൃത്യം ചെയ്യുന്നതായിട്ട് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് വായന ഒരു തിരഞ്ഞെടുത്ത പുസ്തകങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വായന, അതാണ് ഏറ്റവും കരണീയമായിട്ടുള്ളത്. അതിൽ തന്നെ ഇപ്പോൾ ചെറുപ്പക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ പുസ്തക വായന കുറേ പേരെങ്കിലും ഒഴിവാക്കിയ മട്ടാണ്. അവർ കിൻഡിലോ അതുപോലെ മറ്റുള്ള മീഡിയ ലാപ്ടോപ്പിലോ ഒക്കെ ആവശ്യമുള്ളത് മാത്രം ഡൗൺലോഡ് ചെയ്ത് വായിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുമ്പൊക്കെ നമ്മൾ പഠിക്കുന്ന കാലത്തൊക്കെ ആണെങ്കിൽ ദ കാൻറ്റർബറി ടേൽസ് എന്നൊക്കെ പറയുന്ന പുസ്തകമൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ, പഴയ ഇംഗ്ലീഷ് ആയതുകൊണ്ട് വായിച്ച് മനസ്സിലാക്കാൻ വലിയ പ്രയാസമാണ്. പക്ഷേ ഇപ്പോൾ അതിൻ്റെയൊക്കെ ആവശ്യമുള്ള ഭാഗം മാത്രം എടുത്ത് അതിൽ എല്ലാ ഡീറ്റെയിൽഡായിട്ട് മനസ്സിലാക്കാനുള്ള സാഹചര്യം ഇപ്പോഴുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഇലക്ട്രോണിക് മീഡിയ വായനയിൽ സ്വാധീനം ചെലുത്തുന്നത് നല്ല രീതിയിലുണ്ട്, ചീത്ത രീതിയിലുണ്ട്. അപ്പോൾ ചെറുപ്പക്കാരായാലും വയസ്സന്മാരായ കുട്ടികളായാലും എല്ലാവരും ആ ഒരു സെലക്റ്റീവായ വായനാശീലം നിലനിർത്തുന്നത് വളരെ നല്ലതാണ് എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച്, വായനയെക്കുറിച്ച് പൊതുവായിട്ട്. നമ്മുടെ ഇപ്പോഴത്തെ മാഷെ ഇപ്പോഴത്തെ വായന ഗ്രന്ഥശാല പ്രവർത്തനം, അതുപോലെ തന്നെ വായനശാലകൾ നമ്മളെ വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ, അതുപോലെ തന്നെ അതിൻ്റെ പ്രവർത്തനം ഒരു തുറന്ന സമീപനത്തോടു കൂടിയാണ് എന്ന ഒരു അഭിപ്രായം മാഷിനുണ്ടോ? അങ്ങനെയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ചില വിമർശനമുള്ള ആളാണ്. മാഷ അഭിപ്രായം എന്താ? അതിപ്പോൾ പറയുമ്പോൾ നമ്മൾ ഗ്രന്ഥശാല പ്രസ്ഥാനം കേരളത്തിൽ വ്യാപകമാക്കിയത് അതിൻ്റെ ഒരു പ്രധാന പങ്ക് വഹിച്ച ആൾ PN പണിക്കരാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് എല്ലാ വാർഡിലും ഓരോ വായനശാല മിക്ക വാർഡിലും ഉണ്ട്. ഇപ്പോൾ കേരളത്തിലിപ്പോൾ വായനശാലകളുടെ എണ്ണം നോക്കുമ്പോൾ അതൊരു റെക്കോർഡ് തന്നെയാണ്. അത്രയധികം വായനശാലകൾ കേരളത്തിൽ ഉണ്ട്, പുതുതായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിൽ വായനശാല എന്നുള്ളതിൻ്റെ പ്രധാന ഉദ്ദേശ്യം വായനയുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ അവിടെ ആവശ്യമുള്ള ആളുകൾ, അവർക്ക് ഏതാണ് ആവശ്യം, ഇപ്പോൾ സാങ്കേതിക കാര്യത്തിൽ അറിവ് നേടേണ്ട ആളുകൾക്ക് അതിന് പറ്റിയ പുസ്തകം, അല്ലെങ്കിൽ ഭാഷാ സാഹിത്യമോ ഒക്കെ മനസ്സിലാക്കേണ്ട ആളുകൾക്ക് അതിന് പറ്റിയ പുസ്തകം. ഇപ്പോൾ നമുക്കുള്ള എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ പുസ്തകം തിരഞ്ഞെടുക്കുന്നതിലെ അത് വായനക്കാരുടെ താല്പര്യപ്രകാരമുള്ള ഒരു തിരഞ്ഞെടുപ്പ് പൂർണ്ണമായിട്ടുണ്ടോ എന്ന കാര്യത്തിലേക്ക് ഇപ്പോൾ സംശയമുണ്ട്. അത് ഒഴിവാക്കണം. എല്ലാ വിഭാഗക്കാരെയും അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ആശ്രയിക്കാവുന്ന ഒരു സ്ഥലമായിട്ട് സമൂഹത്തിൻ്റെ ഒരു കേന്ദ്രമായിട്ട് വായനശാലകൾ മാറണം. അപ്പം അതിൽ ഈ പബ്ലിഷേഴ്സ് ഒരു വ്യാപാര രീതിയിൽ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നതുകൊണ്ട് അത് ചിലവാക്കാനുള്ള
പല മാർഗങ്ങളും അവരും അവലംബിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവലംബിക്കുമ്പോൾ അത് വായനശാലയുടെ എണ്ണം കൂട്ടുമ്പോൾ ഗ്രേഡ് A+, ഒക്കെ ഗ്രേഡ് കിട്ടാൻ വേണ്ടിയിട്ട് പുസ്തകങ്ങളുടെ എണ്ണം കൂട്ടുക എന്നൊരു പ്രവണത പൊതുവെ നമ്മുടെ വായനശാലകൾക്ക് ഉണ്ട്. അത് തീർച്ചയായിട്ടും ഒഴിവാക്കുന്നത് തന്നെയാണ് വേണ്ടത്. ആവശ്യം അനുസരിച്ചിട്ട് ശാസ്ത്രീയമായ രീതിയിലുള്ള തിരഞ്ഞെടുപ്പ്. അത് മറ്റൊരു പ്രശ്നം എന്താ ലൈബ്രറി എന്നതാണ്. നല്ല മുമ്പ് LLയിൽ ഞാൻ മെമ്പറായ കാലത്ത് അവിടെ ഒരു മുൻഷി, ഒരു ഉണ്ണി ഒക്കെ പറഞ്ഞിട്ടുള്ള ലൈബ്രറിയന്മാരുണ്ടായിരുന്നു. അപ്പോൾ അവരോട് നമ്മളിപ്പോൾ ഏത് കാര്യത്തെക്കുറിച്ച് ചോദിച്ചാലും അവരത് ചൂണ്ടിക്കാഴ്ച തരും. ഇന്ന പുസ്തകം നിങ്ങൾക്ക് ഉപയോഗപ്പെടും, അതെടുത്തോളൂ. അങ്ങനെ പറയുമ്പോൾ ഈ ലൈബ്രറിയിൽ ഇതിനെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാകണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതുകൂടാതെ കൊണ്ട് ഈ പുസ്തകങ്ങൾ ശേഖരിച്ച് ലൈബ്രറിയിൽ വെക്കുമ്പോൾ അത് ഇപ്പോൾ ഡിജിറ്റലൈസേഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നുവെങ്കിലും അത് പൂർണ്ണമായിട്ടും വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. എന്തുകൊണ്ട് സാധിച്ചില്ല എന്നൊക്കെ അതിൻ്റെ ടെക്നോളജി ആ രീതിയിലുള്ള ഒരു ആപ്പ്, ഒരു ഉപകരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആളുകൾക്ക് ഇതുവരെയും പെർഫെക്റ്റായിട്ട് സാധിച്ചില്ല. പെർഫെക്റ്റായിട്ട് സാധിച്ചില്ല. അതുണ്ടായ എന്താ ഗുണം വെച്ചാൽ പെട്ടെന്ന് തന്നെ ഷെൽഫിലുള്ള പുസ്തകം ആളുകൾ കൊണ്ടുപോയിട്ട് ബാക്കിയുള്ള പുസ്തകങ്ങളിൽ ഏതൊക്കെ ഇപ്പോൾ കിട്ടും എന്നുള്ളതിനെക്കുറിച്ച് പെട്ടെന്ന് അറിവ് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അത് ഒരു പൂർണ്ണതയിൽ എത്തണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പിന്നെയുള്ള മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാ ലൈബ്രറിയിലും ഒരു 10 കമ്പ്യൂട്ടറെങ്കിലും ഉണ്ടാകും. ഇങ്ങനെ ഉണ്ടായാലും എന്താകുന്നത് ഈ ആവശ്യമുള്ള ഗവേഷകന്മാർ മാത്രമല്ല ഡിഗ്രിക്കോ PGക്കോ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും അവിടെ ചെന്നാൽ അവരുടെ സംശയ നിവൃത്തിക്ക് വേണ്ടിയിട്ട് ഈ കമ്പ്യൂട്ടറുകളും ഉപയോഗിക്കും. ഈ പുസ്തകം പോലെ തന്നെ പ്രാധാന്യം ഇപ്പോൾ ഇക്കാലത്ത് ഇൻ്റർനെറ്റിനും ഉണ്ട് എന്നതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു ഉൾപ്പെടെയുള്ള ഒരു പുനഃക്രമീകരണം നമ്മുടെ കേരളത്തിലെ വായനശാലകൾക്ക് ഉണ്ടാകണം. ഗവൺമെൻറ് അതിന് പൂർണ്ണമായ പിന്തുണ കൊടുക്കുന്നുണ്ട്. 2% നമ്മുടെ നികുതിയിൽ നിന്ന് 2% ഈ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. 1% വിദ്യാഭ്യാസത്തിൻ്റെ ബജറ്റിൽ ഈ ഗ്രന്ഥശാല പ്രവർത്തനത്തിന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സാമ്പത്തികമായിട്ട് ഗവൺമെൻറ് നല്ല സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശാസ്ത്രീയമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുവാനുള്ള ഒരു സംവിധാനം ഒന്നുകൂടി ചിന്തിച്ചിട്ട് ചെറിയ മാറ്റങ്ങളോട് പോയിട്ട് ഉണ്ടാകണം എന്നാണ് രാജ്യം പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നമുക്ക് പറയാം. പിന്നെ സർ മാധ്യമങ്ങളിലൊക്കെ വളരെ സജീവമാണ്. പക്ഷേ മാഷ് പയ്യന്നൂർ ഡയറീസ് അതുപോലെ തന്നെ സ്വന്തം വാളിലൊക്കെ വളരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാരോട് കിടപിടിക്കുന്ന രീതിയിൽ വളരെ സജീവമായിട്ട് ഇടപെടുന്ന ഒരാളാണ്. അതിൽ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അത് സാറിന് അങ്ങനെയുള്ള ഒരു ദിശയിലേക്ക് തൻ്റെ വാർദ്ധക്യ ഒരു കാലഘട്ടത്തെ സർഗാത്മകമായിട്ട് അതുപോലെ തന്നെ ഫുൾ എൻഗേജ് ആക്കിയിട്ട് വരുത്തുന്നതിന് വേണ്ടിയിട്ട് മാഷ് കാണിക്കുന്ന ആ ഒരു താല്പര്യം അനുകരണീയമാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ? വായിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ തന്നെ എൻ്റെ പിതാവിൻ്റെ ഉപദേശപ്രകാരം നോട്ട് എടുക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. എൻ്റെ കയ്യിലിപ്പോൾ ഒരു 150 അതിൽ മേലെ നോട്ട്സ് ഉണ്ട്. അപ്പോൾ വായിക്കുമ്പോഴും അതിൻ്റെ പോയിൻറ്റ്സ് കുറിച്ച് വെക്കുകയും അത് പിന്നെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ പിന്നിലുള്ള ഒരു കാര്യം. അതുപോലെ തന്നെ ഏറ്റവും പുതിയ പ്രവണതകൾ, പുതിയ ചിന്തകൾ ഇപ്പം അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നോട്ടെടുത്ത് ആ നോട്ട് ഉപയോഗപ്പെടുത്തിയിട്ട് ആണ് ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും. അതുകൊണ്ട് തന്നെ ഒരു ആധികാരികത ഈ എഴുതുന്നതിന് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. ഇന്ന രീതിയിലാണ് ഉള്ളത് എന്ന് വ്യക്തമായി പറയാൻ വേണ്ടിയിട്ട് ഈ ആധികാരികത ഓടുകൂടിയിട്ടുള്ള എഴുത്ത് സഹായിക്കുന്നത് എന്നാണ് അതിൻ്റെ പറയുന്നത്. ആ പ്ലാറ്റ്ഫോം ശരിക്കും ഉപയോഗിക്കുന്നുണ്ട് ശരിക്കും അല്ലേ? പ്ലാറ്റ്ഫോം ശരിക്കും ഉപയോഗിക്കുന്നുണ്ട്. ആൾക്കാരൊക്കെ നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഇതിലിപ്പോൾ തന്നെ ഒരു കമന്റ് വന്നു, വെരി ആക്റ്റീവ് മാൻ ഈവൻ നൗ എന്നുള്ള രീതിയിലുള്ള കമന്റ് ജനാർദ്ദനായിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. സാറിനെ നമ്മളൊക്കെ ആ രീതിയിൽ കാണുന്നത് വളരെ ആക്റ്റീവായിട്ട് ഈ മേഖലകളിൽ പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ എഴുത്തിന്റെ വഴി എന്താണ്? എഴുത്തിന്റെ വഴി ഞാൻ കുറേ ഇംഗ്ലീഷ് കവിതകൾ എഴുതിയിട്ട് ഇപ്പോൾ എഴുതുന്നുണ്ട്. അത് ലോക മീഡിയയിൽ അയക്കുന്നുണ്ട്. പ്രിന്റിൽ ആദ്യം കുറേ കവിതകൾ പ്രിന്റ് ചെയ്തിരുന്നു. ഏതാണ്ട് 250 കവിതകൾ പ്രിന്റ് ചെയ്തു. പിന്നെ ഈ മീഡിയയിൽ കൂടിയാണ്
കവിതകൾ അയക്കുന്നു, ഇപ്പോൾ അയക്കുന്നുണ്ട്. ഇപ്പോൾ ധാരാളം കവിതകൾ അയക്കാറുണ്ട്. അത് പലതും ഇപ്പോൾ വിദേശത്തുള്ള മാധ്യമങ്ങളടക്കം അത് അവർ ഉൾപ്പെടുത്തുന്നുണ്ട്. അവരുടെ ഇലക്ട്രോണിക് മീഡിയയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇംഗ്ലീഷ് കവിതകൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രാദേശിക ചരിത്രം, കണ്ടങ്ങാടിയുടെ പ്രാദേശിക ചരിത്രം എൻ്റെ പരിമിതി വെച്ചിട്ട് പല ആളുകളുമായി ബന്ധപ്പെട്ട് എഴുതിയിട്ടുണ്ട്. അതിലിവിടെ ബിനുബത്തൂത്തെ പോലെയുള്ള ആളുകൾ ഈ പ്രദേശങ്ങളിലൊക്കെ സഞ്ചരിച്ച അങ്ങനെയുള്ള റെഫറൻസ്, ചരിത്രപരമായിട്ടുള്ള റെഫറൻസൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട്, അതുപോലെ തന്നെ പിന്നെ ഇളങ്കോവൻ കുഞ്ഞമ്പുള്ളി എഴുതിയിട്ടുള്ള 2 വോളിയം പുസ്തകങ്ങൾ, രാജൻ ഗുരുക്കൾ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ, അതുപോലെ നമ്മുടെ രാഘവ വാര്യർ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ, അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ചെറിയൊരു പുസ്തകം വായനശാല, കണ്ടങ്ങാടി വായനശാല പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അടിയോടിമാരുടെ അവരെ മൈഗ്രേറ്റ് ചെയ്ത ഒരു വിഭാഗമാണ്. അവർ വടകരയിൽ നിന്നും കോളനാട്, സാമൂതിരി രാജാവിൻ്റെ അയൽവക്കമായിരുന്ന കോളനാട് രാജാവിൻ്റെ കൂടെ അവരുടെ കൊട്ടാരത്തിലൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ പിന്നെ സാമൂതിരി കോളനാട് രാജാവിനെ പരാജയപ്പെടുത്തിയപ്പോഴുള്ള മൈഗ്രേഷൻ്റെ കഥ, ഇങ്ങനെ അടിയോടിമാരുടെ എത്തിയതും അതിനെക്കുറിച്ചുള്ള ഒരു ചരിത്രത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേരുകൾ തേടി എന്ന പേരിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് പ്രിൻ്റ് ചെയ്യും. അതുപോലെ തന്നെ ഈ മഞ്ഞാശ്ശേരി ഈ വിഭാഗത്തിൽ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പുസ്തകമുണ്ട്. പിന്നെ എനിക്ക് ഈ സാഹിത്യമഞ്ജരി അവാർഡ് കിട്ടുന്ന കാലത്ത് ഞാൻ വള്ളത്തോളിനെ കുറിച്ചിട്ടൊരു ഗവേഷണ പ്രബന്ധം, അതിപ്പോൾ ഒരു 5-6 പ്രബന്ധങ്ങളുണ്ട്. അത് അച്ചടിയിൽ വന്നിട്ടില്ല. അത് നല്ല അധ്വാനിച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു പ്രബന്ധമാണ്. അക്കിത്തത്തെക്കുറിച്ചുള്ളൊരു പ്രബന്ധവും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഇന്ത്യൻ ഇംഗ്ലീഷിൻ്റെ വളർച്ചയെക്കുറിച്ചുള്ള ഓരോ ഘട്ടഘട്ടമായിട്ടുള്ള വളർച്ചയെക്കുറിച്ചിട്ടുള്ള ഏതാണ്ടൊരു ഗവേഷണ സ്വാതന്ത്ര്യം ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊന്നും തന്നെ ഇത് അച്ചടിക്കാൻ ആഗ്രഹമുള്ള പുസ്തകങ്ങളാണ്. അതിന് വേണ്ടിയിട്ട് ആഗ്രഹവും ഇപ്പോൾ നിലനിൽക്കുന്നു. അത് പിന്നെ ഇവിടുത്തെ സ്വന്തം നിലക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹിക സംഘടനകളൊക്കെ ഉണ്ടല്ലോ, അവരുമായി ബന്ധപ്പെട്ടിട്ട് വായനശാലകളുണ്ട്, അവരുമായി ബന്ധപ്പെട്ടിട്ട് അതൊക്കെ പ്രസിദ്ധീകരിച്ചുകൂടെ? പ്രസിദ്ധീകരിക്കണമെന്നുണ്ട്. അത് ഏതെങ്കിലും പ്രസിദ്ധീകരണക്കാർ തയ്യാറാവുകയാണെങ്കിൽ അതിപ്പോൾ റെഡി ആയിട്ടുണ്ട്, കാര്യങ്ങൾ തയ്യാറായിട്ടുണ്ട്. ഉണ്ടല്ലേ? ആയിക്കോട്ടെ, അത് അവരെ ശ്രദ്ധിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രായം ചെന്ന ആളുകളോട് നമ്മളെ പല വീടുകളിലും പിന്നെ ഈ പ്രായം ചെന്ന ആൾക്കാരെ ഇപ്പം പണ്ട് മാഷെ അച്ഛനെയും അമ്മയെയും നോക്കിയതുപോലെ, അല്ലെങ്കിൽ പണ്ട് നമ്മുടെ മുൻ തലമുറ നോക്കിയതുപോലെ ഇപ്പോഴത്തെ തലമുറക്ക് നോക്കാൻ വേണ്ടി പറ്റുന്നു. ഇതിനേക്കാൾ കഷ്ടമായിരിക്കും വരും തലമുറക്ക് പിന്നെ ഈ വയോജനങ്ങളെ സംരക്ഷിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ഈ വയോജനങ്ങൾ വീടുകളിൽ ചില സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ വയോജനങ്ങൾ നോക്കാതെ പോകുന്നതുണ്ട്. മക്കൾ മര്യാദയ്ക്ക് നോക്കാൻ വിചാരിച്ചിട്ട് പോലും നോക്കാൻ പറ്റാത്ത മാനസിക തലമുള്ള വയോജനങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. കുട്ടികളെ പോലെയാണ് പ്രായമായവരും, വാശിയും അതൊക്കെ കൂടും. അങ്ങനെയുള്ള ആൾക്കാർക്ക് അവിടെ ഒരു സീനിയർ സിറ്റിസൺ എന്ന രീതിയിൽ എന്താണ് മാഷക്ക് പറയാനുള്ളത്? അത് പറയുമ്പോൾ എനിക്ക് മനസ്സിൽ വന്നത് കാനാ നാരായണേട്ടൻ എന്നൊരാൾ ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സജീവ പ്രവർത്തകനായിട്ട് സജീവമായി ജീവിച്ച ഒരാളാണ് കാനാ നാരായണൻ നമ്പ്യാർ. അദ്ദേഹത്തിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ, ഒരു 75-80 വയസ്സായപ്പോൾ കണ്ണ് കാണാത്തൊരവസ്ഥ ഉണ്ടായപ്പോൾ എനിക്ക് വളരെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം, അദ്ദേഹം നല്ലൊരു വായനക്കാരനുമാണ്. അദ്ദേഹം കുറേ അക്കാലത്തൊക്കെ എഴുതാറുണ്ട്. ഈ കണ്ണൂരിൽ നിന്ന് പറഞ്ഞ ദേശമിത്രം പോലെയുള്ള ചില വാരികകളിലൊക്കെ എഴുതുകൂടി ചെയ്ത ആളാണ് ഈ കാനാ നാരായണൻ നമ്പ്യാർ. അപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ എല്ലാ ദിവസവും പത്രം വളരെ അർപ്പണ ബുദ്ധിയോട് കൂടിയിട്ട് അദ്ദേഹത്തിന് വായിച്ചു കേൾപ്പിക്കും. അതുപോലെ തന്നെ പുസ്തകങ്ങൾ അദ്ദേഹത്തെ വായിച്ചു കേൾപ്പിക്കുന്നതിൽ വളരെയേറെ താല്പര്യം കാണിച്ചു എന്നുള്ളതാണ്. അത് ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ എല്ലാവരും വളരെ തിരക്ക് പിടിച്ച ജീവിതം നയിക്കുന്ന ആളുകളാണ്, എല്ലാവർക്കും ജോലിയുണ്ട്. അപ്പോൾ അവരെ ഈ രീതിയിൽ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇതുണ്ടാവും. എങ്കിലും അങ്ങനെ ഒരാളെ സഹായിക്കാൻ ഇല്ലെങ്കിലും ഈ ഇലക്ട്രോണിക് മീഡിയ വഴി ഈ ശബ്ദം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവരെ കേൾപ്പിക്കാൻ ഉള്ള സംവിധാനം വീട്ടുകാർക്ക് തീർച്ചയായിട്ടും അവർ വിചാരിച്ചത് ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെ ആകുമ്പോൾ അവരതിൽ ശ്രദ്ധിച്ചിട്ട് അവരുടെ ഈ വിഷാദാവസ്ഥയും ഏകാന്തത അവസ്ഥയും ഒക്കെ ഒരു പരിധിവരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ളൊരു സംവിധാനം
ഇലക്ട്രോണിക് മീഡിയ ഉപയോഗിച്ച് തന്നെ അവർക്ക് ഒരു കണ്ണ് കാണുന്ന ആളാണെങ്കിൽ ആ രീതിയിലും ഉള്ള ഇലക്ട്രോണിക് മാധ്യമം ഉപയോഗിച്ച് അവർക്ക് ഒരു ഉന്മേഷം ഉണ്ടാക്കും. വിഷാദമാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം, ഏകാന്തതയും വിഷാദവും. എന്നാണ് കാരണം എന്താ വെച്ചാൽ അവർ വളരെ ഊർജ്ജസ്വലമായിട്ട് കുറേ കാലം ജീവിച്ചു. കുടുംബാംഗങ്ങൾ മുഴുവൻ അവരുടെ കീഴിൽ അവരുടെ അടിമകളെ പോലെ ഇവരുടെ ആജ്ഞ കല്ലയിൽ ആജ്ഞ പറയാറില്ല, അങ്ങനെയുള്ള ആജ്ഞ പുറപ്പെടുവിച്ച് ജീവിച്ച ആളുകൾ ഒരു സുപ്രഭാതത്തിൽ ശാരീരികമായ ശേഷി കുറവുകൊണ്ടോ വാർദ്ധക്യം കൊണ്ടോ ഈ ആധിപത്യം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷാദാവസ്ഥയുണ്ട്. അത് വളരെ ആര് വിചാരിച്ചാലും ആ അവസ്ഥ മാറാൻ കഴിയും. വലിയ ഉദ്യോഗത്തിലുള്ള ആളുകളൊക്കെ അവരുടെ ഓഫീസിലൂടെ ഞെട്ടിച്ചാൽ പെട്ടെന്ന് ഇങ്ങനെ അവസ്ഥയിലേക്ക് റിട്ടയർ ചെയ്ത് വരുമ്പോൾ അവരുടെ കുടുംബാംഗങ്ങളും നാട്ടുകാരൊന്നും ആ പ്രാധാന്യം പിന്നെ അവർക്ക് കൊടുക്കില്ല. എത്ര വലിയ ഉദ്യോഗസ്ഥനായാലും ഉദ്യോഗത്തിലുള്ള സമയത്തുള്ള അംഗീകാരം പിൽക്കാലത്ത് ഈ അവസ്ഥയിലുള്ള സമയത്ത് കിട്ടില്ല. അങ്ങനെ കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അന്യതാബോധവും ഒരു ഏകാന്തതാബോധവും വിഷാദവും അത് ഡിപ്രഷൻ തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ മാനസികാരോഗ്യം തകരും. വർഷങ്ങളൊക്കെ പിന്നെ ആ കൂട്ടത്തിൽ തന്നെ ഈ മറവി രോഗം, അമ്നേഷ്യ, ഡിമെൻഷ്യ തുടങ്ങിയിട്ടുള്ള അവസ്ഥയിൽ അമ്നേഷ്യ എന്ന് പറയുന്നത് തലച്ചോറിലെ കോശങ്ങൾക്ക് നിന്ന് കേടുവരുന്ന അവസ്ഥയാണ്. പിന്നെ ഡിമെൻഷ്യ എന്ന് പറയുന്നത് സാധാരണ ഓർമ്മകളാണ്, അത് കുറച്ച് നീണ്ടത്. പിന്നെ പാർക്കിൻസോണിസം എന്ന് പറഞ്ഞാൽ വിറയലാണ്, കൈ എഴുതാൻ കഴിയില്ല, പാത്രം എടുക്കുമ്പോൾ തന്നെ വിറച്ചിട്ട് അത് വീഴും. ഇതൊക്കെ മസ്തിഷ്കവുമായി ബന്ധപ്പെട്ടുള്ള രോഗങ്ങളാണ്. അപ്പോൾ അവരുടെ രോഗങ്ങൾ യഥാസമയം ചികിത്സിച്ചാൽ ചിലപ്പോൾ അവർ കുറച്ചൊക്കെ ആക്റ്റീവ് ആകാൻ വേണ്ടി സാധിക്കും. അവരുടെ ശാരീരിക ശേഷി അനുസരിച്ചുള്ള ജോലി അതാണ് വളരെ പ്രധാനം. ജോലി എന്തെങ്കിലും അവർ ചെയ്തിരിക്കണം, എന്തെങ്കിലും എൻഗേജ്മെന്റ് വേണം, എന്തെങ്കിലും ചെയ്തിരിക്കണം. ഇപ്പം നടക്കാൻ തീരെ കഴിയില്ലെങ്കിൽ കഷ്ടിച്ച് വാക്കുകൾ ഉപയോഗിച്ചിട്ട് ഇരിക്കാറില്ല, അല്ലെങ്കിൽ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ശാസ്ത്രീയമായ വശം. അങ്ങനെ വരുമ്പോൾ ബുദ്ധിയും സൈക്കോസോമാറ്റിക്കാണ് എല്ലാ രോഗങ്ങളും. ശരീരവും ബുദ്ധിയും തമ്മിലുള്ള ബന്ധമാണ് എല്ലാ രോഗങ്ങൾക്കും ആരോഗ്യത്തിനും രണ്ടിനും അടിസ്ഥാനമായി വരുന്നത് ഇതാണ്. നേരത്തെ പറഞ്ഞ ഹോർമോൺ പ്രവർത്തനങ്ങൾ ഒക്കെ, ഞരവുകളുടെ പ്രവർത്തനങ്ങൾ, പിന്നെ സിനാപ്സിസ് കണക്ഷൻസ്, ഞരവുകളുടെ ബന്ധങ്ങൾ, ഇതൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് കഴിയുന്നിടത്തോളം ശ്രമിച്ചാൽ ഒരു പരിധിവരെ സാധിക്കുമെന്നാണ് തോന്നുന്നത്. മെഡിക്കൽ ഈ കാലഘട്ടത്തിൽ വൈദ്യശാസ്ത്രം പോലെ വികസിച്ച ഈ കാലഘട്ടത്തിൽ കുറേയൊക്കെ സാധിക്കും. ഇപ്പോൾ പറഞ്ഞാൽ ശരാശരി 76ഒക്കെയാണ് ശരാശരി ആയുസ്. അപ്പോൾ കൂടുതൽ കാല ആളുകൾ ജീവിക്കുന്നുണ്ട്. 90 വയസ്സിനൊക്കെ സംബന്ധിച്ച് 92, 93 വയസ്സ് വരെയൊക്കെ നല്ല ആരോഗ്യത്തോടുകൂടി ജീവിക്കുന്ന, സമൂഹത്തിൽ നന്നായിട്ട് ഇടപെടുന്ന ആളുകളുണ്ട്. തീർച്ചയായിട്ടും അതാണ് ഒരു നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ കൂട്ടായിരിക്കുക. അത് മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഇവിടെ പയ്യന്നൂരിൽ തന്നെ ഒരുപാട് വൃദ്ധസാധനങ്ങളുണ്ട്, കണ്ടങ്കാളിയിലുണ്ട് വൃദ്ധസാധനം. ഇതെല്ലാം കൂട്ടിച്ചേർക്കുകയാണ് കുറേയല്ലോ മറ്റൊരു ഭാഗം. അവിടെ ഈ ഒന്നില്ലെങ്കിൽ പകൽ വീട് എന്ന നിലയിലെങ്കിലും ഇവർക്ക് ഇരിക്കാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കുക. അവർ വൈകുന്നേരം വരെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നതിന് പകരം അവർ കൂട്ടായിട്ടിരിക്കുക, അവർ സംസാരിക്കുക. അപ്പോൾ അവരെന്നെ അവരുടെ പ്രശ്നങ്ങളും എല്ലാം തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ മാനസികാരോഗ്യം ഉണ്ടാവും. അപ്പം അത് ഈ കേന്ദ്രങ്ങളിൽ ഇരിക്കാനുള്ള സൗകര്യം മുനിസിപ്പാലിറ്റി, പയ്യന്നൂരാണെങ്കിൽ മുനിസിപ്പാലിറ്റി കുറച്ചും ശ്രദ്ധ എടുത്ത് അതിന് സംവിധാനം ഉണ്ടാക്കുകയാണെങ്കിൽ വൃദ്ധന്മാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നേരത്തെ ആഴ്ചയ്ക്ക് ഒരു ദിവസം മുതൽ വന്ന് പരിശോധിക്കുന്നൊക്കെ ഉണ്ട്. ബ്ലഡ് പ്രഷറും അതുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ജീറിയാട്രിക്സ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നുണ്ട്. എങ്കിലും ഇതുകൂടി ഉണ്ടായാൽ അത് വൃദ്ധന്മാർക്ക് കുറേയേറെ സഹായകരമായിരിക്കും എന്നാണ് സാറിന് പറയാനുള്ളത്. പിന്നെ വേറൊരു കാര്യം ചോദിക്കട്ടെ സാറിന്. സാർ അധ്യാപകനായിട്ട് പയ്യന്നൂര് പിന്നെ ഷെണൈസ് ഹയർ സെക്കൻഡറി സ്കൂളിന് പ്രിൻസിപ്പളായിട്ട് അല്ല റിട്ടയർ ചെയ്തത് അല്ലേ? സാറിനിപ്പം എനിക്ക് തോന്നുന്നൊരു പിന്നെ 70-75 വയസ്സല്ലേ? എത്ര വയസ്സായിട്ടുണ്ട്? വയസ്സ് 78 വയസ്സായി. ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പിന്നെ റിട്ടയർമെന്റ് വളരെ നേരത്തെ അല്ലേ ശരിക്കും പറഞ്ഞാല്? തീർച്ചയായിട്ടും നേരത്തെയാണ്. അതിനുശേഷം ഒരുപാട് കാലം ജീവിക്കേണ്ടി വരുന്നില്ലേ? അതിനെ കുറിച്ച് എന്താ അഭിപ്രായം മാഷിക്ക്? സംവിധാനം പൂർണ്ണമായും അശാസ്ത്രീയമാണ് നമ്മുടെ നാട്ടിൽ. അശാസ്ത്രീയം എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയായ ഓക്സ്ഫോർഡിലും കേംബ്രിഡ്ജിലെല്ലാം റിട്ടയർമെന്റ് ഇല്ല. ഇപ്പം ബർട്ടൺ റസലെല്ലാം അയാൾ 88-89 വയസ്സായ സമയത്ത് അയാൾ അവിടെ പോയിട്ട് ലെക്ചർ ചെയ്തിട്ടുണ്ട് ക്ലാസ്സുകളിൽ. എന്ന് പറഞ്ഞാൽ അവർക്ക് റിട്ടയർമെന്റ് ഇല്ല, അതാണ്. അപ്പോൾ പല ജോലി ചെയ്തവരും അതിൽ വളരെയേറെ പ്രൊഫഷനിലായി. അപ്പോൾ അവരുടെ സേവനം 56 വയസ്സാകുമ്പോൾ ഒരു ബ്രേക്ക് കഴിഞ്ഞു.
അതുവരെയുള്ള എല്ലാം നഷ്ടപ്പെട്ടു. പിന്നെ അയാൾക്കൊന്നും ചെയ്യാനില്ല. മനസ്സിലായി. അതെ അതെ, വലിയ പ്രയാസത്തിലൂടെയാണ് ഇപ്പൊ നമ്മളൊക്കെ റിട്ടയർമെന്റ് പ്രായമാണ് ഇപ്പൊ നമ്മളെ പോലത്തെ ആൾക്കാരൊക്കെ. അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കൊരു തോന്നലാണ് ഒന്നും ചെയ്യാത്ത ഒരു അവസ്ഥ, ഒന്നും ചെയ്യാനില്ല, റിട്ടയറായി എന്നുള്ളൊരു തോന്നല് ഉണ്ടാവുന്നുണ്ട്. അത് നല്ലൊരു പ്രായത്തിലാണ് റിട്ടയർ ആവുന്നത്, കാരണം നല്ല ശാരീരിക സ്ഥിതിയുണ്ട്. അങ്ങനെയുള്ള സമയത്താണ് ഇത് വരുന്നത്. വളരെ ആക്റ്റീവായ ഒരു ബ്രെയിൻ പെട്ടെന്ന് അലസാകുമ്പോൾ നേരത്തെ പറഞ്ഞ അന്വേഷിയും അൽസൈമേഴ്സ് ഒക്കെ വരാൻ സാധ്യതയുള്ളൂ. കാരണം അവർക്ക് പിന്നെ ഒന്നും ചെയ്യാതെ അലസമായി വെച്ച് കഴിഞ്ഞാൽ ഏത് അവയവവും ചീത്തയായിരിക്കും. അതെ അതെ. അപ്പൊ അതുകൊണ്ട് അവരെ ആക്റ്റീവ് ആക്കാൻ സാധിക്കണം. 56 വയസ്സെന്നുള്ളത് തികച്ചും അശാസ്ത്രീയാണ്. ഇവിടെ ഈ ചെറുപ്പക്കാർക്ക് ദേഷ്യം വരുന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ഇവർക്ക് വേറെ ജോലി കൊടുക്കുക, നിങ്ങൾക്കൊരു എൻഗേജ്മെന്റ് എന്തായാലും അതിന് പൈസേനേക്കാളും എൻഗേജ്മെന്റ് ആവുന്നില്ല. പെൻഷനൊക്കെ ഉള്ള ആളുകൾക്ക് ജീവിക്കാൻ പ്രയാസം ഉണ്ടാവില്ല. പക്ഷെ അവരെ സേവനം എന്തുകൊണ്ട് ഇവർക്ക് ഞാൻ ഉദാഹരണം പറയാൻ സ്കൂളുകളിൽ ഇവർക്ക് ശമ്പളമൊന്നും ഇല്ലെങ്കിൽ പോലും അവരെ വിളിക്കാം. ഇപ്പൊ മാത്സിന്റെ പ്രഗത്ഭനായ ഒരു അധ്യാപകനെ സ്കൂളിൽ 1-2 ദിവസം പഠിപ്പിക്കാൻ വേണ്ടി എന്തുകൊണ്ട് വിളിച്ചുകൂടാ? അവർക്ക് പൈസ കൊടുക്കാതിരുന്നാൽ പോലും അവരതിൽ സന്തുഷ്ടരാകും. തീർച്ചയായിട്ടും നല്ല നിർദ്ദേശമാണ് മാഷുവർക്ക്. ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഗവൺമെന്റ് സമ്മതിക്കണം. അതാണ് അന്യരായ ആളുകൾ ഇവിടെ പോയി പഠിപ്പിക്കുമ്പോൾ വിമർശനം വരാതിരിക്കാൻ ഗവൺമെന്റിന്റെ തന്നെ ഒരു ഉത്തരവാദിത്വം ഇറക്കിയാൽ ഈ പ്രായമായ ആരോഗ്യമുള്ള ആളുകളെ അതിനുശേഷം റിട്ടേണിന് ശേഷവും എന്നിട്ട് അവർ വേദന കൊടുത്തില്ലെങ്കിൽ പോലും അവർ സന്നദ്ധരാകുമെന്നാണ് എൻ്റെ വിശ്വാസം. അതിനുള്ള ഒരു സംവിധാനം ഉണ്ടാകണം. മാഷക്ക് വേറെ എന്തെങ്കിലും ഞാൻ ചോദിക്കാത്ത എന്തെങ്കിലും പറയണമെന്നുണ്ടോ? എന്തെങ്കിലും വെച്ചാലേ വിമർശനം എന്ന് പറയുന്നത് നല്ലതാണ്, ആരോഗ്യപ്രദമായിരിക്കണം വിമർശനം. അത് പരിഹാരം പച്ചവെളിച്ചത്തെ മാഷ് ഒരു വളരെ സീനിയറായിട്ടുള്ള നല്ല അറിവുള്ള സാമൂഹ്യ വിമർശനമൊക്കെ ചെയ്യുന്ന അതുപോലെ തന്നെ നിലപാടുള്ള നല്ല പാണ്ഡിത്യമുള്ള ഒരാളാണ്. പച്ചവെളിച്ചം എന്ന് പറയുന്ന ഒരു മാധ്യമത്തെ എങ്ങനെ കാണുന്നു? അതിൽ എന്ന് പറഞ്ഞാൽ എന്റെ പല നിലപാടുകളോ വിമർശിക്കേണ്ടതായിട്ടുണ്ട് എന്ന് സ്വയം വിമർശനമുള്ള ഒരാളാണ്. അങ്ങനെ മാധ്യമ പ്രവർത്തനം എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചാണ് മാഷയുടെ ഒരു അഭിപ്രായം. ആദ്യം ഓർമ്മ സഞ്ജയനാണ്. ഇപ്പൊ സഞ്ജയൻ ഇപ്പൊ കോഴിക്കോട് അന്ന് അദ്ദേഹം ജീവിച്ച കാലത്ത് കോഴിക്കോട്ടെ ഗട്ടർ, കോഴിക്കോട്ടെ കൊതുക്, ഇതിനെ കുറിച്ചെല്ലാം ആര് കൂസാറുണ്ട് ഹാസ്യാത്മക പരിസരക്കാരാണ്. ആ രീതിയിൽ എഴുതാൻ തയ്യാറായ ഒരാളാണ് സഞ്ജയൻ. ഇപ്പൊ സാഹിത്യകാരന്മാർ, സാംസ്കാരിക നായകന്മാരായാലും സാഹിത്യകാരന്മാരായാലും നല്ല സാമൂഹ്യ വിമർശകന്മാരായിരിക്കണം. നമ്മുടെ രാമകൃഷ്ണപിള്ളയെ പോലെയുള്ള സാമൂഹ്യ വിമർശകന്മാർ പോലും ഉണ്ടായ നാടാണിത്. പക്ഷെ ഇപ്പോൾ അത് പല കാരണങ്ങൾ കൊണ്ടും ആളുകൾ ഒഴിവാക്കിയിട്ടുള്ളതാണ്. ആരെയും ദുഷിപ്പിക്കാതെ കൊണ്ട് എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട്. അപ്പോൾ രാജീവൻ ഇതെല്ലാം തുറന്ന് പറയുന്നത് കൊണ്ട് എതിരാളികൾ ഉണ്ടാവും. പക്ഷെ പിന്നെ അത് വളരെ പ്രയോജനം ചെയ്യുന്നില്ല. എല്ലാം ഈ രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് ആരോഗ്യം പിന്നെ നാട്ടിന്റെ അവസരത്തായിരിക്കും. പ്രത്യേകിച്ച് ജനാധിപത്യത്തിൽ വിമർശനം അനിവാര്യമാണ്. അത് ഏത് വിഭാഗത്തെയും വിമർശിക്കാൻ നമുക്ക് ഉണ്ടാവണം. വിമർശിച്ചോളാൻ പൊന്നുകളിലൊന്നും പറയുന്നത് ജനാധിപത്യയല്ല, ഒരിക്കലല്ല. അപ്പൊ ആ രീതിയിൽ രാജീവന്റെ പച്ച വെളിച്ചം നല്ല ചൂണ്ടുവല പയ്യന്നൂരിന്റെ, പ്രത്യേകിച്ച് പയ്യന്നൂരിന്റെ പുരോഗതിയിലേക്കുള്ള ഒരു നല്ല ചൂണ്ടുവലകയായിട്ട് പച്ച വെളിച്ചം എന്ന ഇലക്ട്രോണിക് മാധ്യമം വളരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതാണ് പറയാനുള്ളത്. മാഷോട് പിന്നെ ഒരു മാഷയുടെ വായനാനുഭവം, അതുപോലെ തന്നെ വായന, എഴുത്ത്, അധ്യാപനം, അതുപോലെ തന്നെ മാഷ് നവമാധ്യമങ്ങളിൽ ഇടപെടുന്ന അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ അതൊക്കെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുക. അതുപോലെ തന്നെ ഈ പ്രായത്തിലും വളരെ ആക്റ്റീവായിട്ട് നിൽക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരാളെ പ്രേക്ഷകർക്ക് ഒരു മാതൃകയായിട്ട് അവർക്ക് കാണാനും അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ അറിയാനും പിന്നെ ഒരു ഉദ്യമം എന്നുള്ള രീതിയിലാണ് നമ്മളൊക്കെ വളരെ ബഹുമാനിക്കുന്ന ഉണ്ണികൃഷ്ണൻ അടിയോടി എന്ന് പറയുന്ന പ്രഗത്ഭനായ അധ്യാപകന്റെ, ഇംഗ്ലീഷ് അധ്യാപകന്റെ മുന്നിൽ പച്ചവെളിച്ചെത്തിയിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നാണ് വിചാരിക്കുന്നത്. മാഷക്ക് ആരോഗ്യസ്ഥിതിയിലും ചോറല്ലേ? ഭക്ഷണമെല്ലാം എങ്ങനെയാ? ഭക്ഷണമൊക്കെ നന്നായി കഴിക്കുന്നില്ലേ? ഭക്ഷണം കുറവാണല്ലേ? അല്ല, മാഷ് എപ്പോഴും സന്തോഷത്തിലാണ്, അത് മതി. മാഷ് വളരെ ശക്തമായിട്ട് നവമാധ്യമങ്ങളിൽ ഇടപെടണം. മാഷ് എഴുതണം. മാഷുടെ ആഗ്രഹപ്രകാരം
ലേഖനങ്ങളല്ലേ അതൊക്കെ പ്രസിദ്ധീകരിക്കാൻ നമ്മുടെ സംഘടനകൾ അതിന് മുന്നിട്ടിറങ്ങണം. കാരണം എന്ന് വെച്ചാൽ മാഷുടെ ജീവിത അനുഭവത്തിൽ നിന്ന് അറിവിൽ നിന്ന് സ്വാംശീകരിച്ചെടുത്തിട്ടുള്ള ലേഖനങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കാൻ, പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കാൻ മാഷ കൂടെ നിൽക്കാൻ വേണ്ടി കണ്ടങ്ങാളി അതുപോലെ തന്നെ ഇവിടുത്തെ പുരോഗമന പ്രസ്ഥാനങ്ങൾ, ഇവിടുത്തെ വായനശാലകൾ തയ്യാറാവണം എന്നാണ് പറയാനുള്ളത്. പച്ചവെളിച്ചത്തിന് വേണ്ടിയിട്ട് ഉണ്ണികൃഷ്ണൻ അടിയോടി മാഷുടെ വീട്ടിൽ വെച്ച് രാജീവൻ പച്ച.